ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, താരാപഥങ്ങൾ, ഉൽക്കകൾ, ഗാലക്സികൾ, ഈ ഭൂമിയിൽ നിന്ന് 10,000 കോടി അകലെ കിടക്കുന്ന നക്ഷത്രങ്ങളുണ്ടത്രേ. ആൽഫ സെന്ററി എന്ന ഒരു നക്ഷത്രമുണ്ട്. ഭൂമിയിൽ നിന്ന് ഒരാൾ ആൽഫ സെന്ററിയിലെത്തിയിട്ട് ഞാനിവിടെ എത്തി എന്ന് പറയാൻ, അവിടെ എത്തിയിട്ട് ഹലോ എന്നൊന്ന് വിളിച്ചാൽ 4 വർഷം കഴിഞ്ഞ് ആ ശബ്ദം ഭൂമിയിലെത്തുകയുള്ളൂ എന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യന് 1 മണിക്കൂറിൽ 1000കണക്കിന് കിലോമീറ്റർ താണ്ടുന്ന അതിശീഘ്ര ദ്രുത ഗമന വാഹനത്തിൽ കയറി അവിടെ എത്തണമെങ്കിൽ വർഷങ്ങൾ വേണമെന്നാണ് കണക്ക് പറയുക. ഈ ഭൂമിയാണെങ്കിലോ 9 ഗ്രഹങ്ങളിൽ പെട്ട ഗ്രഹമാണ് ഭൂമി. അതിന്റെ 2 ഭാഗം കടല്, 1 ഭാഗം കര, പസഫിക്കും അന്റാർട്ടിക്കും അറേബ്യൻ മഹാസമുദ്രവും അടങ്ങുന്ന ഈ തലമാലകളാഞ്ഞടിക്കുന്ന ആഴക്കടലുകളിലെ സഹാറ മരുഭൂമി അടങ്ങുന്ന ആമസോൺ കാടുകളുള്ള സൊക്കയാ മരങ്ങൾ നിറഞ്ഞ നയാഗ്ര വെള്ളച്ചാട്ടവും താജ്മഹലിന്റെ മനോഹാരിതയും പാരീസിന്റെ മാദകത്വവും ലോസ് ആഞ്ചലസിന്റെ പച്ചപ്പും ഈ കുത്തബ് മിനാറിന്റെ ഉത്തുംഗതയും താജ്മഹലിന്റെ സൗന്ദര്യവും എന്ന് വേണ്ട കിഴക്കുതിക്കുന്ന സൂര്യൻ, രാത്രിയിൽ കണ്ണിമ ചെമ്മാട് നമ്മളെ മോഹിപ്പിക്കുന്ന ചന്ദ്രന്, ഇടയ്ക്കിടയ്ക്ക് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, തടം തള്ളി തൊടുകുന്ന അരുവികൾ, കൂലം കുത്തിയൊടുകുന്ന വെള്ളച്ചാട്ടങ്ങൾ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ സമുദ്രം, ഈ കാണുന്ന പാരാവാരം പോലെ പരശതമാളുകൾക്ക് തണലൊരുക്കുന്ന ഈ ഭൂമി, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്ത് കോടാനുകോടി ഗാലക്സികളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇത് വളരെ നിസ്സാരമാണ്. ഇതിന്റെ വ്യാപ്തി നിങ്ങൾ കാണണ്ട. ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും ഇത് ഏറ്റവും ചെറുതാണ് ചെറുതാണ് ചെറുതാണ്. ഇതെല്ലാം നിങ്ങളുടെ കൈവെള്ളയിൽ കിട്ടിയാലും ഫാരികീങ്ങളെ സനത് വാങ്ങിച്ചവര് ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചാലും പടച്ചവൻ പറഞ്ഞത് ചെറുതാണ് ചെറുതാണ്. പക്ഷേ വലുതേതെന്നറിയോ? വഅല്ലമക മാലം തകുന തഇലം വകാന ഫളിലുല്ലാഹി അലൈക അലീമാ. വഅല്ലമക മാലം തകുന തഇലം. അലി റളിയല്ലാഹു അൻഹു പറയാ